കാര്യങ്ങളിൽ അതിലൊന്നും സംശയാർക്കും വേണ്ട. ആ സ്ഥാനത്ത് ADGP ഏറെക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. സംശയം ആർക്കും വേണ്ട. ADGP സംശയം ആർക്കും വേണ്ട. ADGP പോലത്തെ ആൾക്ക് ഏറെക്കാലം ഇന്നത്തെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാറിനെ ഏറെക്കാലം ഉണ്ടാകില്ല. ഉറപ്പിക്കാം. ഇപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിൻ്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവും. ഇതിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ച് വെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, റിപ്പോർട്ട് എത്രയും വേഗം വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഇന്നത്തെ മുഹൂർത്തം അത്ര പോരായിരുന്നു. ഇന്ന് എത്തുമെന്ന് പറഞ്ഞ റിപ്പോർട്ടിന് മുന്നിൽ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയത്രേ. ഇനി ഒരു നല്ല മുഹൂർത്തം നോക്കി റിപ്പോർട്ട് വരും. അതുവരെ അജിത് കുമാർ അജയ്യനാണ്. തൊട്ടു നോക്കില്ല. മുന്നണി കൂട്ടുകാരായാലും മുക്കൂട്ടു മുന്നണിയായാലും എല്ലാവരും ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നതിനിടയിൽ മുഖം മിനുക്കാൻ ഒരു കൂട്ടു തേടിയാൽ അതിലും വിവാദം. എന്തൊരു കഷ്ടമാണ്. ഹിന്ദുവിന്റെ ക്ഷമാപണം വന്നിടത്ത് അവസാനിപ്പിക്കണമെന്ന തിട്ടൂരത്തോട് പഴയ വിജയനെ ഓർത്തെങ്കിലും ഇത്തിരി പേടി കാണിച്ചുകൂടെ? ബുദ്ധിമുട്ടിക്കാൻ ഓരോ ചോദ്യവുമായി വരും. ഹഹഹ കൊണ്ട് ഓട്ടയടയ്ക്കാൻ എത്ര ബുദ്ധിമുട്ടി, അതുപോലെ ഒരു ഓട്ടയടയ്ക്കൽ. നമ്മുടെ രക്ഷാപ്രവർത്തനം പഴയ യൂത്ത് കോൺഗ്രസിന്റെ സമരകാലത്ത് കണ്ടില്ലേ? മിഠായി പോലൊരു ക്ലീൻ ചിറ്റ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എന്നാകും ആ മുഹൂർത്തം? റിപ്പോർട്ടൊക്കെ വരുമോ എന്തോ? ആ PR-കാരെ കണ്ടുകിട്ടിയോ? ക്ലീൻ ചിറ്റ് പാർട്ടി വകയോ പോലീസ് വകയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടത് സഹയാത്രികൻ എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ BN ഹസ്കർ. ഒരൊറ്റ നിമിഷം ശ്രീ BN ഹസ്കറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെ വന്ന മാധ്യമങ്ങളോട് മുഴുവൻ പറയുകയാണ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റുപറ്റിയാൽ തിരുത്തില്ല. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും തെറ്റുപറ്റിയാൽ തിരുത്തില്ല. അതിനു മുൻപ് അദ്ദേഹം കൈരളിയും ദേശാഭിമാനിയും ഒക്കെയാണ് സർക്കാരിന് അനുകൂലമായി പറയുന്നത്, അവരൊക്കെ നിങ്ങളുടെ കണ്ണിലെ കരടാണല്ലോ എന്ന അർത്ഥത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും കാര്യത്തിൽ അദ്ദേഹം ഈ കാര്യത്തിൽ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും എന്ന് പറയുമ്പോൾ അവരെ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ദേശാഭിമാനി അത്തരത്തിൽ തിരുത്ത് നടത്താറുണ്ട്. ഇപ്പോൾ മറിയ കുട്ടിച്ചേർത്തിയുടെ കാര്യത്തിലാണെങ്കിൽ അവർ തിരുത്ത് വരുത്തി. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ചുള്ള മോഹൻലാലിന്റെ കുറിപ്പിനെ കുറിച്ചാണെങ്കിൽ അവർ തിരുത്ത് വരുത്തി. അങ്ങനെ തിരുത്ത് വരുത്തുന്ന മാധ്യമങ്ങളും കേരളത്തിലുണ്ട് എന്നത് മറന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി അങ്ങനെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും തള്ളി പറയരുതായിരുന്നു. തിരുത്തിന്റെ കാര്യമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. അദ്ദേഹം തിരുത്തുമായിരിക്കും. കൈരളിയെയും അതുപോലെ പാർട്ടി ചാനലിനെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തുമായിരിക്കും. ദേശാഭിമാനിയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തിരുത്തുമായിരിക്കും എന്ന് വിചാരിക്കാം. ശ്രീ BN ഹസ്കർ, ഇന്ന് റിപ്പോർട്ട് വരും എന്നുള്ളതാണ് നമ്മളൊക്കെ അറിഞ്ഞിരുന്നത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അതായത് നമ്മളോട് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട് എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, CPIയോട് പോലും കൃത്യമായി എന്ന് അജിത് കുമാർ അവിടെ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല ഏറെക്കാലം എന്നൊക്കെ പറഞ്ഞ ബിനോയ് വിശ്വം ഇന്ന് മുഹൂർത്തം കുറിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിയമസഭാ സമ്മേളന കാലമാണ്. കൃത്യമായി ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ ഇടതു മുന്നണിക്ക് വിഘാതമായി നിൽക്കുന്നത് എന്താണ്? മാധു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്തുതകളെ അപനിർമ്മാണം നടത്തി അതിൽ നുണകളുടെ ചായം തേച്ച് അതിങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദൗത്യമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിമിഷ നേരത്തെ വിജയം നേടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയൊഴിച്ചാൽ ദീർഘകാലമായി നിങ്ങൾക്കത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നിങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഓരോ ആരോപണങ്ങൾക്കും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളുടെ മാത്രമായി ആയുസ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത കൂടി നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല. ADGP ശ്രീ MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ആ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി. ആ 1 മാസം തീരുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ലഭിക്കുന്നതിൻ്റെ മുറയ്ക്ക് ഏതു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെൻറ്റും CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കും.
എന്ന ഒരു നിലപാടെടുത്തിട്ടും നിങ്ങൾക്കിപ്പോഴും ആകാംക്ഷയാണ് എന്തുകൊണ്ട് ശ്രീ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല. നിങ്ങൾ നടാടെയാണ്. കേരളത്തിലെ ഇത്രയും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 4 തരത്തിലുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പങ്ക് അന്വേഷിക്കുകയും അതുപോലെ പൂരത്തിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ത്രിതലത്തിൽ ഒരു അന്വേഷണ സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ്. അപ്പോൾ ഞങ്ങൾ സാമാന്യ നീതി ഏതൊരു വ്യക്തിക്കും നൽകുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സാമാന്യ നീതി ഏതൊരു വ്യക്തിക്കും നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ശുഭസൂചകമായ സൂചനകളാണ് ഇതിലൂടെ കാണേണ്ടത്. അതിനുപരിയായി നിങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾ, മാധ്യമങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിനെയും CPIM-നെയും വേട്ടയാടാൻ നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ നടത്തുന്ന പാഴ്വേലകളെല്ലാം അസ്ഥാനത്താകുന്നു എന്നുള്ളത് ആശങ്കയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞത് കേരളത്തിലെ പല മാധ്യമങ്ങളും കാണിക്കാത്ത ആർജവം ദ ഹിന്ദു എന്ന് പറഞ്ഞ ദേശീയ മാധ്യമം ക്ഷമാപണത്തിലൂടെ കാണിക്കുവാൻ ധൈര്യം കാട്ടി എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശവും ദൗത്യവും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ സകല വിള്ളലും വിടവും മറച്ചു വെച്ചുകൊണ്ടുള്ള കുട്ടിയടിക്കലിലൂടെയാണ് സൗന്ദര്യം ഇങ്ങനെ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു ഓഫർ കിട്ടുന്നതെങ്കിൽ അത് നിരസിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കാര്യം. പുട്ടിയടിച്ച് വെളുപ്പിക്കുക എന്ന് പറയുന്നത് മാധ്യമധർമ്മമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. KS അരുൺകുമാർ, ഇപ്പോൾ നോക്കൂ, ഹിന്ദു മുന്നോട്ട് വെച്ച ഏറ്റവും മികച്ച മാധ്യമധർമ്മം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നു. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും റോൾ മോഡലൊക്കെ ആയി കാണുന്ന ഒരു ദേശീയ മാധ്യമം ദ ഹിന്ദു. ശരി, അത്തരം വിലയിരുത്തലുകൾ ശരി. പക്ഷേ അവിടെ നിർത്തണമെന്ന നിർബന്ധ ബുദ്ധി കാണിക്കുന്നതിലൂടെ ശ്രീ അരുൺകുമാർ, അതായത് ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണ കുറിപ്പിൽ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന PR ഏജൻസി കേസൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നുള്ളതാണ്. ഒരൊറ്റ വാക്ക് ഇതുവരെ പറയാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു PR ഏജൻസി എനിക്കില്ല, അങ്ങനെ ഒരു PR ഏജൻസി സർക്കാരിനില്ല, അങ്ങനെ ഒരു PR ഏജൻസി പാർട്ടിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നതിനപ്പുറത്ത് ഈ പറയുന്ന PR ഏജൻസിയുമായുള്ള ബന്ധം ഹിന്ദു വെളിപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ കളവായിട്ടാണ് എന്ന് പറയാമോ? അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിലൊരു PR ഏജൻസിയുമായി ഒരു ബന്ധവും ഗവൺമെൻറ്റിന് ഇല്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയതിൽ കൂടുതൽ ഇപ്പം ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു ബന്ധമില്ല, ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ഒരു കരാറോ ഇത്തരത്തിലുള്ള PR ഏജൻസിയെക്കുറിച്ച് അറിവ് പോലും ഇല്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ ആധികാരികമായിട്ട് എന്താണ് വേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്ന ആ PR ഏജൻസി എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനോട് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദു ദിനപത്രം അവർക്ക് വന്ന വലിയ പിഴവ്, ഒരു ശരിക്കും മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുണ്ടായിട്ടുള്ള പിഴവ് നിമിഷ നേരം കൊണ്ട് അവർ തിരുത്താൻ തയ്യാറാകുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഡിഫൻസ് അവർ നിരത്തി. കാരണം മുഖ്യമന്ത്രി പറയാത്ത, വോയിസ് റെക്കോർഡ് ചെയ്തതിലില്ലാത്ത, എഴുതിയെടുത്തതിലില്ലാത്ത ചില വാചകങ്ങൾ അതിലേക്ക് കയറ്റുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന രൂപത്തിൽ അവർ കൊടുത്ത എക്സ്പ്ലനേഷൻ ആകാം. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ PR ഒരു ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസി പറയാലോ ഞങ്ങളാണ് ഗവൺമെന്റിനെ കണക്ട് ചെയ്ത് കൊടുത്തത്, മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്ത് കൊടുത്തതെന്ന് ആ ഏജൻസി പറഞ്ഞിട്ടില്ലല്ലോ. ആ ഏജൻസിക്ക് ഇത്തരത്തിലൊരു ബന്ധമില്ല എന്നാണ് ആ ഏജൻസി തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ എക്സ്പ്ലനേഷനോടെ ആ വിഷയം തീരേണ്ടതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മറിച്ച് തെളിവുകൾ ഇവിടെ ഹിന്ദു കൊണ്ടുവരാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊണ്ടുവരാം. അത്തരത്തിലൊരു സാഹചര്യമില്ല. ഇവിടെ ഒരു PR ഏജൻസി കാര്യം ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോ നിമിഷ നേരം കൊണ്ട് തിരുത്തി എന്ന് അങ്ങ് പറഞ്ഞു. എനിക്കതിനോട് വിശ്വാസമില്ല. കാരണം ആ പത്രത്തിൽ ഈ അഭിമുഖം അച്ചടിച്ചു വന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടുന്നതും അതിന് പിന്നാലെ വൈകുന്നേരം ഒരു 5:30 മണിയോടുകൂടിയാണ്, ഏതാണ്ട് 37 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന വിശദീകരണം ഹിന്ദുവിൽ നിന്ന് വന്നത്. 37 മണിക്കൂർ എന്ന് പറയുന്നത് മിനിറ്റുകൾ അല്ല. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ അരുൺകുമാർ പറയുന്നു, ഒരു മാധ്യമത്തിന്റെ 2-3 പേർ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട്
ഒരു മുറിയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വാഭാവികമല്ലേ എന്ന് ശ്രീ അരുൺകുമാർ, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തൊട്ട് മുൻപ് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഈ സുബ്രഹ്മണ്യത്തെ കുറിച്ചാണ്. CPM-ന്റെ നേതാവിന്റെ മകനാണ് ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞതിന് പ്രകാരമാണ് ഇന്റർവ്യൂ നൽകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് CPM നേതാവിന്റെ മകനായ സുബ്രഹ്മണ്യത്തെ അറിയാം. ഹിന്ദുവിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് എന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആരോടാണ് ഈ കള്ളം പറയുന്നത്? അല്ല, ഇതേ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, എന്നോട് ഇത്തരത്തിൽ ഹിന്ദു ലേഖിയെ പരിചയപ്പെടുത്തി ഇത്തരത്തിലുള്ളൊരു ഇന്റർവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടത് ആലപ്പുഴയിലെ മുൻ MLA-യുടെ മകനാണ്. അദ്ദേഹം പഴയ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ പരിചയമുണ്ട്. കണക്ട് ചെയ്തു, വരാം ഇന്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ ലേഖികയുമായിട്ട് വരുമ്പോൾ സുബ്രഹ്മണ്യൻ അവിടെയുണ്ട്. ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് ഈ ലേഖികയുടെ അടുത്തിരുന്നു. അതാരാണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ചില്ല. ഇതിൽ ഏതെങ്കിലും ഒരു PR ഏജൻസി ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഗവൺമെന്റ് അത്തരത്തിൽ ഒരു എഗ്രിമെന്റും ഇല്ല, ഗവൺമെന്റ് അത്തരത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് വന്നു എന്നാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. സുബ്രഹ്മണ്യം ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഹിന്ദുവിന്റെ ഭാഗമായി അവരുടെ ക്രൂവിന്റെ ഭാഗമായി വന്നതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, ശ്രീ KS അരുൺകുമാർ. മാത്രമല്ല, ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ഈ പറയുന്ന സുബ്രഹ്മണ്യവുമായി എല്ലാവർക്കും വലിയ തോതിലുള്ള ബന്ധമുണ്ട് എന്ന്. അപ്പൊ പാർട്ടി ഘടകങ്ങൾക്ക്, പാർട്ടി നേതാക്കൾക്ക്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ. അദ്ദേഹം ഇന്റർവ്യൂവിന്റെ ഭാഗമായി വന്നതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇതിന് ഇടനില നിന്ന ഒരാൾ അവിടെയുണ്ട്. രണ്ടാമത് അപ്പൊ 2 ചാൻസ് ആണ്. ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നയാൾ, 2 ഇടനില നിന്നയാൾ. അപ്പൊ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ ആൾ തന്നെ എന്ന് കരുതിയത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ശ്രീ അരുൺകുമാർ, നമുക്കിവിടെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിൽ, സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തിനുള്ളിൽ പോകണമെങ്കിൽ ഒക്കെ എത്ര കടമ്പകൾ കടക്കണമെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതാത് മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ നിന്ന് താഴത്തെ സെക്യൂരിറ്റിയിൽ വിളിച്ച് പറയണം, ഇന്നയാൾ വരുന്നുണ്ട്, ഇന്നതാണ് വാഹനത്തിന്റെ നമ്പർ, ഇന്നയാൾ വരുന്നുണ്ട്, കടത്തിവിടുമെന്ന് പെർമിഷൻ വേണം. ഇതൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഇനി അരുൺകുമാർ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്റർവ്യൂ തുടങ്ങിയതിനു ശേഷം, മുഖ്യമന്ത്രി പറഞ്ഞാണ് ഇന്റർവ്യൂ തുടങ്ങിയതിനു ശേഷമാണ് മൂന്നാമത്തെ ആൾ വരുന്നത്. ഇന്റർവ്യൂ തുടങ്ങിയതിനു ശേഷമാണ് മൂന്നാമത്തെ ആൾ വരുന്നെങ്കിൽ കൃത്യമായും ആ ക്രൂവിന്റെ കൂടെയാണെങ്കിൽ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ചെക്ക് അവിടെ ഒഴിവാക്കപ്പെടില്ല. കാരണം ഹിന്ദുവിന്റെ ആളാണോ എന്ന് കൃത്യമായി കൺഫേം ചെയ്യും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ഇല്ലേ? അതില്ലാതെ ഒന്നുകിൽ ഹിന്ദുവിന്റെ ആളാകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആളാകണം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ കൂടെ വന്ന ആളാകണം. ഇതൊന്നുമില്ലാതെ ചായ കുടിക്കാൻ പോകുന്ന ലാഘവത്തിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വരാനൊക്കെ പറ്റുമോ? ഇവിടെ ഇപ്പോൾ മാതൃഭൂമി ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നു. അപ്പം അത് ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എനിക്ക് ഈ ചാനൽ ചർച്ചയിൽ ക്യാമറമാനായി വന്നിരിക്കുന്ന ആരാണെന്നോ അതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നോ എനിക്കറിയില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു, 1, 2, 3 ആളുകൾ ചിലപ്പോൾ ഇടയ്ക്ക് കയറി വരും പോകും. മുഖ്യമന്ത്രിക്ക് ശരിക്കും ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടെ വന്നാൽ മുഖ്യമന്ത്രി അപ്പോൾ ഇന്റർവ്യൂ നിർത്തി അത് ആരാണ് എന്ന് ചോദിക്കണം, അത് മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നത്, എന്നോട് ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ, ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് KS അരുൺകുമാറിനുള്ള സുരക്ഷയും അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ മുറിയിലേക്ക് ഒരാൾ ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ കയറി വരുന്നതിന്റെ അതേ തരത്തിലുള്ള സുരക്ഷാ പരിശോധനയുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അതിനോട് ഒരിക്കൽ കൂടി യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ് ശ്രീ അരുൺകുമാർ. അല്ല, ഒറ്റ കാര്യം താങ്കൾ ശ്രദ്ധിച്ചാൽ മതി. കേരള ഹൗസാണ്. കേരള ഹൗസിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്ന റൂം, ആ ഇന്റർവ്യൂ നടക്കുന്ന റൂമിൽ ആ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ടർ ലേഖിയുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തി താങ്കൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, നിങ്ങൾ പുറത്തു പോകുക എന്ന് പറയാത്തതാണ് ഇപ്പൊ പ്രശ്നം എന്ന രൂപത്തിലാണ്. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ക്ലാരിറ്റിയേക്കാൾ മറ്റൊന്നും പറയാനില്ല. കൃത്യമായി ഒരു PR ഏജൻസിയുമായി ഗവൺമെന്റിന് ബന്ധമില്ല. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള മറ്റെല്ലാവരും, ഈ പറയുന്ന കെട്ടിടത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള എല്ലാവരും, ഇവരെ എല്ലാവരെയും ബൈപ്പാസ് ചെയ്ത് വരാൻ കഴിയുന്ന സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഹിന്ദുവിന്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ വരണമെങ്കിൽ അത് കൃത്യമായി അവരുടെ ക്രൂവിന്റെ ഒപ്പം വരണം, അല്ലെങ്കിൽ ID കാർഡ് ഉണ്ടാവണം, അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാകണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് നല്ല ബോധ്യമുണ്ടാകണം. ഈ പറയുന്ന സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ അതിനുള്ള പെർമിഷൻ ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരാൾ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാത്ത, അദ്ദേഹം അവിടേക്ക് കടന്നു വരാൻ അനുമതിയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഈ PR ഏജൻസിയുടെ നമ്പർ കൃത്യമായിട്ട് വെബ്സൈറ്റിലുണ്ടല്ലോ, ആ PR ഏജൻസിയുടെ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കരാറിൽ നിങ്ങൾ ഏറ്റിട്ടുണ്ടോ, അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടോ, കേരള ഗവൺമെന്റ് ആയിട്ട് ബന്ധമുണ്ടോ, ഹിന്ദുവിന് നിങ്ങൾ ഒരു ഇന്റർവ്യൂ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ PR ഏജൻസി ഒരു മറുപടി പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം.
ഹിന്ദു ഏതായാലും ഇത്രയും വലിയ ഒരു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അവരൊരു ഡിഫൻസ് എടുക്കും. ആ ഡിഫൻസ് നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി താമസിക്കുന്നത് അതിനടുത്തുള്ള കൊച്ചിൻ ഹൗസിലാണ്. കൊച്ചിൻ ഹൗസിലാണ്. അത് മുഖ്യമന്ത്രിയും ഗവർണറും അവിടെ ചെല്ലുമ്പോൾ മാത്രം എക്സ്ക്ലൂസീവായി അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു താമസ സൗകര്യമാണ്. എത്ര വലിയ സുരക്ഷാ പരിശോധനയും എത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമായിരിക്കും അവിടെ ഉണ്ടാവുക. അതൊക്കെ ബൈപ്പാസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് വലിയ വലിയ സ്വാധീനമുള്ള ഒരാളായിരിക്കണം. അത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലെങ്കിൽ, ഹിന്ദുവിൻ്റെതെന്ന തെറ്റിദ്ധാരണ പടർത്തി വരുന്ന ഒരാളാണെങ്കിൽ അവതാരം എന്നാണ് പറയേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അവതാരങ്ങൾ വിലസില്ല എന്ന്. അപ്പൊ അങ്ങനെ സാധിക്കുന്ന അവതാരങ്ങൾ വീണ്ടും വിലസി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് പോകേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാജു പി നായർ ഇപ്പോ ഇന്റർവ്യൂവിന് ഒരാൾ ഇടനില നിൽക്കുന്നു, അവരോട് പറയുന്നു മുഖ്യമന്ത്രി. നിങ്ങൾ രണ്ടുപേർ സംസാരിച്ചു, ഒരു ഇടത് സഹയാത്രികനും അങ്ങ് ഔദ്യോഗിക പ്രതിനിധിയും സംസാരിച്ചു. മറ്റുള്ളവരിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ ഒന്ന് ക്ഷമിക്കണേ. ശ്രീ രാജു പി നായർ, അതായത് ഖലീജ് ടൈംസിന് ഇന്റർവ്യൂ നൽകിയ സമയത്ത് ഇടനില നിന്നവർ, ഹിന്ദുവിന് ഇന്റർവ്യൂ നൽകിയ സമയത്ത് ഇടനില നിന്നവർ, അപ്പോൾ ഇടനിലക്കാരില്ല, അതിനോടൊപ്പം തന്നെ PR ഏജൻസി ഇല്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷേ ഖലീജ് ടൈംസിന് ഇന്റർവ്യൂ നൽകിയ സമയത്ത് ഇതിന്റെ മീഡിയ കൺസൾട്ടന്റായ കേസിന്റെ മീഡിയ കൺസൾട്ടന്റായ ആമിർ ഹഷ്മി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒന്ന്, ഖലീജ് ടൈംസിൽ കുറച്ച് സ്പേസ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു. വയനാടിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദുബായിലുള്ളവർ, UAE-യിലുള്ളവരെല്ലാവരും വലിയ തോതിൽ ഭാഗമാക്കാക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. അതായത് അത് ഈ ഖലീജ് ടൈംസിലെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, എൻ്റെ ഇന്റർവ്യൂ ഒരുപാട് പേര് എടുക്കാറുണ്ട്, ദുബായിൽ നിന്നും ഈ പറയുന്ന UAE-യിൽ നിന്നും ഒക്കെ ഗൾഫിൽ നിന്നുമൊക്കെ എടുക്കാറുണ്ട്, അവിടെ ധാരാളം മലയാളികൾ താമസിക്കുന്ന ഇടമല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിലുള്ള മാധ്യമങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതിൽ കൃത്യമായി ഈ പറയുന്ന കേസൻ തന്നെ വരുന്നു. അതിന്റെ സന്തോഷം അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. അതിനുശേഷം ഹിന്ദുവുമായി അപ്രോച്ച് ചെയ്യുന്നു, മുഖ്യമന്ത്രിയെ അപ്രോച്ച് ചെയ്യുന്നു, മുഖ്യമന്ത്രി അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ശ്രീ അരുൺകുമാർ പറയുകയാണ്, ഞാനിവിടെ മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നു, നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ നവകേരള സദസ്സിന്റെ സമയത്ത് ഇന്റർവ്യൂ കണ്ടിരുന്നത് മാധ്യമങ്ങൾ എല്ലാവരും ചെന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൻ്റെ അടുത്ത് ഒരാൾ ചെന്ന് ഇരിക്കാൻ പോലും ഇടമില്ല, നിന്നുകൊണ്ടാണ് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത്. അത്രമേൽ കൃത്യമായ നിർദ്ദേശമൊക്കെ ഈ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്. 2-3 പേർ വരുന്നുണ്ട്, ഞങ്ങളോടൊന്നും അതിനുള്ള അനുവാദം കൊടുക്കാറില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് സമീപനം എന്ന് പറയുന്നത്. എന്നിട്ട് അതേ മുഖ്യമന്ത്രിയാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂ വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇതുവരെ PR ഏജൻസിയുടെ സഹായം തേടിയിട്ടുണ്ടോ എന്ന്. ഇതിൽ താരതമ്യമുണ്ടോ ശ്രീ രാജു പി നായർ? വളരെ രസകരമാണ് മാധു. നമ്മളിനി അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മളൊരു സംവാദത്തിന് മറ്റുള്ളവരുടെ വീക്ഷണവും കൂടി അംഗീകരിക്കുക എന്നുള്ളൂ. അങ്ങനെ വല്ലതും അരുൺകുമാർ പറയുന്ന വീക്ഷണം അംഗീകരിച്ചു കഴിഞ്ഞാൽ, പണ്ട് സ്റ്റേജിന് മുന്നിൽ വെച്ച് സെൽഫി എടുക്കാൻ ചെന്നൊരു 12 വയസ്സുകാരനുണ്ട്, അവൻ വല്ല മടലും വെട്ടി നമ്മളെ അടിക്കും. മനസ്സിലായില്ലേ? ഈ കയ്യിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് കേരളത്തിലുള്ളവർ മുഴുവൻക്കും അറിയാവുന്നതാണല്ലോ. ഇത് യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നെ പറഞ്ഞ് സ്വയം അപമാനിതരാവട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ അരുൺകുമാർ ആയതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഞാനും അരുൺകുമാർ ഈ ഒരു വിഷയം വന്നപ്പോൾ മറ്റൊരു ചാനൽ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞ വാദങ്ങളെ മുഴുവൻ ന്യായീകരിച്ചതാണ് അരുൺകുമാർ. പിന്നെ PR വിവാദം വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖത്തിന് വേണ്ടി ഒരിടനിലക്കാരനെയും സമീപിക്കേണ്ടതില്ല, ഒരാളുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദുവിലേക്ക് വിളിച്ചിട്ട് ഒരു അഭിമുഖം തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഹിന്ദു ദിനപത്രത്തിൽ നിന്ന് വിളിച്ചാൽ അത് അവന് കൊടുക്കാൻ ഞങ്ങൾക്ക് എന്തിനാ ഇടനിലക്കാരൻ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം ഈ സുബ്രഹ്മണ്യൻ എന്താ റോള്? സുബ്രഹ്മണ്യനാണ് ഈ ഇന്റർവ്യൂവിന് വേണ്ടി സമീപിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഹിന്ദു ദിനപത്രത്തിൻ്റെ ജീവനക്കാരനാണോ സുബ്രഹ്മണ്യൻ? എന്താ സുബ്രഹ്മണ്യൻ റോള്? ഇനി രണ്ടാമതൊരാൾ വന്നു, ഹണ്ടേ ഇതിൻ്റെ CEO വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നമൊക്കെ തീർക്കാലോ. ആ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന CPM സഹയാത്രികൻ TK ദേവകുമാർ MLA-യുടെ മകൻ, ആ MLA ആ സുബ്രഹ്മണ്യൻ ഒന്ന് പറയട്ടെ, ഞങ്ങൾ ഈ പറയുന്ന വികാസ് ഹണ്ടേ എന്ന് പറയുന്ന മനുഷ്യൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അറിയാതെ കയറി വന്നാണെന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ. പറയുമോ? സുബ്രഹ്മണ്യൻ്റെ പണി പോയി കിട്ടൂലേ? പിന്നെ ഒരു വിചിത്രവാദം കൂടി പറയണം. എന്താണെന്നറിയോ? ആ PR ഏജൻസി പറയട്ടെ, എന്തിനാ മാധു ഈ PR ഏജൻസി ഏൽപ്പിച്ചത്? താൻ
ബുദ്ധി ഉള്ളവനാണെന്നും തൻ്റെ കണക്കുകൾ വെച്ചും തൻ്റെ ഇമേജ് മേക്ക് ഓവറിനും വേണ്ടിയിട്ട് കാശ് മുടക്കി ഒരു ഏജൻസി വെക്കുന്നു. ഞാൻ അങ്ങനെ കാശ് മുടക്കിയിട്ട് ഞാൻ മാധുവിൻ്റെ ഒരു ഏജൻസിയെ ഞാൻ വെക്കുകയാണ്. മാധു ചെയ്ത ഒരു സംഭവം പാളിപ്പോയി. എൻ്റെ ഇമേജ് നന്നാക്കാൻ വേണ്ടി ഞാൻ മാധുവിന് പൈസ എന്ന് വെച്ചിരിക്കുകയാണ്. മാധു ചെയ്ത ഒരു PR വർക്ക് പാളിപ്പോയി. മാധു പറയുമോ ഞാനാണ് PR ചെയ്യണത് രാജുവിൻ്റെ എന്ന്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മാധു പറയുമോ? എന്ത് വിവരക്കേടൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അല്ല ശ്രീ രാജു, മുഖ്യമന്ത്രിയോട് ഇത് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് അറിയാമോ? അയാൾ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ കണ്ട കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇനി ഇങ്ങോട്ട് വിളിച്ച് പറയണം അയ്യോ എനിക്കിങ്ങനെ പറ്റിപ്പോയെന്ന്. അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പാടില്ല. പറയുമ്പോൾ CPM നേതാവിന്റെ മകനൊക്കെയാണ്, പക്ഷെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. ഈ പറയുന്ന മുൻ MLA വിളിച്ച് ചോദിക്കാമല്ലോ, ബഹുമാനപ്പെട്ട മുൻ MLA അങ്ങയുടെ മകൻ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാമല്ലോ. അപ്പൊ ചോദിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങോട്ട് ബന്ധപ്പെടാൻ വെയിറ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ പ്രശ്നം, അതായത് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം അവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഓൺ ചെയ്യാൻ കഴിയാതെ എന്റേതല്ല എന്ന് തള്ളി പറയേണ്ടി വന്ന ഒരു കാര്യം വേറെ വല്ലവരുമായിരുന്നെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുത്തേനെ കേട്ടോ. ഹിന്ദുവിനോടാണ് ക്ഷമിച്ചത്, ഇടക്ക് നിന്ന ആളുകളോട് ക്ഷമിച്ചു എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യം അച്ചടിച്ചു വരാൻ ഇടയാക്കിയ ആളെ കേരള പോലീസ് അങ്ങോട്ട് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ് താലപ്പൊലി എടുത്ത്. അതെ അതെ മാധു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ TK ദേവകുമാർ എന്ന് പറയുന്ന CPMന്റെ നേതാവ് ഈ അഭിമുഖത്തിൽ വന്ന അതേ വാക്കുകളും അതേ ആശയവും ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ഇതേ ആശയവും ഇതെടുത്തോണ്ട് പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് TK ദേവകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇല്ലേ? അപ്പൊ അതെങ്ങനെ വന്നു? അതേ ആശയം തന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഇതായിട്ടുള്ള PR ഏജൻസിയുടെ കയ്യിൽ നിന്ന് അത് വന്നു? നോക്കൂ, ഇത് മുഴുവൻ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയുള്ളൂ ഒരു കള്ളം പറഞ്ഞാൽ അതിന് മറക്കിന് 1000 കള്ളം പറയേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? മുഖ്യമന്ത്രി ആ 5ാം ക്ലാസ്സിലെ ബെഞ്ചിൽ പോയെന്നിരിക്കണം. 5ാം ക്ലാസ്സിലെ ബെഞ്ചിൽ പോയിരുന്നിട്ടൊന്ന് പഠിക്കണം. ഒരു കള്ളം പറഞ്ഞാൽ അത് മറക്കാൻ എനിക്ക് 1000 കള്ളം പറയേണ്ടി വരുന്നു. പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമല്ലേ? പച്ചക്കള്ളം പറയാണ്. ഈ പറയുന്ന TK ദേവകുമാറിന്റെ മകന് പോലും ഇതിനകത്ത് ഇത്തരത്തിലൊരു സംഭവം എന്ന് പറയാൻ കഴിയില്ല. അതാ ഞാൻ TK ദേവകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഹവാല കോടികളും കള്ളക്കടത്തുമായി എത്തിക്കുന്ന സ്വർണവും രാഷ്ട്ര പുനർനിർമ്മാണത്തിനാണോ ഉപയോഗിക്കുന്നത്? അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിയെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവർ ആരെയാണ് സംരക്ഷിക്കുന്നത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശ്രമിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരും. അതിലിപ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ തനിനിറം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലാകും. 150 കിലോ സ്വർണം കടത്തുകാരിൽ നിന്ന് പിടിച്ച പോലീസിനെ തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിലാകാത്തവരല്ല കേരളത്തിലെ സഖാക്കളും ജനങ്ങളും. ഇതല്ലേ ഹിന്ദു ദിനപത്രത്തിൽ അടിച്ചു വന്നത്? ആരെ എഴുതിയേക്കുന്നത്? ഈ പറയുന്ന ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത സുബ്രഹ്മണ്യന്റെ അച്ഛൻ, CPMന്റെ മുൻ MLA. എന്ത് ഉളുപ്പ് വേണം ഇനിയും ഈ നാടിനോട് വന്ന്? ഞാൻ ചോദിക്കണേ മാധു, നമുക്ക് എന്താ അത്ഭുതം? ഈ ലോകം മുഴുവൻ കാണുന്ന വിഷ്വൽസ് ആയിരുന്നു ആ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ നവകേരള സദസ്സിൽ ആലപ്പുഴയിട്ട് തല തല്ലിപ്പൊളിക്കുന്നത് ഇല്ലേ? ഈ ലോകം മുഴുവൻ കണ്ടു, ഇപ്പോഴും യൂട്യൂബിലുള്ളതാ. അത് കണ്ടിട്ട് ഞങ്ങൾ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സർക്കാരും പോലീസും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെറുതല്ലേ? എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഒരു കേസ് അവർക്ക് പോലും എടുക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ജനങ്ങളെ അപരവൽക്കരിക്കാനും ഒരു സമുദായത്തെ ഭീകരവാദികളെ ചിത്രീകരിക്കാനും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുകയും മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു ഹിന്ദു ദിനപത്രത്തിൽ എഴുതി വെച്ചിട്ട് അവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസില്ല, അവർക്കെതിരെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് ബസ്സിന് ഇപ്പുറത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചവനെ എന്തായിരുന്നു? കലാപാഹ്വാനത്തിനാണ് കേസ് ഇല്ലേ? അവനെ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. ഈ പറയുന്ന അജിത് കുമാറിന്റെ പോലീസാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്ന അജിത് കുമാറിന്റെ പോലീസാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ചതെങ്കിൽ, ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്ഐക്കാർക്ക് കുട പിടിച്ചതെങ്കിൽ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പൊളിച്ചതെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എന്നുള്ളിടത്താണ് അജിത് കുമാർ അജയ്യനായി വാഴാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോ പൂരം കലക്കിയത് RSS എന്നാണ് കുറച്ചു മുമ്പ് പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെ പൂരം കലക്കിയത് RSS ആണെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ചയുണ്ട് എന്നുള്ളത് DGPയുടെ റിപ്പോർട്ടുമുണ്ട്. ക്ലിയർ ആണപ്പോ? പാർട്ടി സെക്രട്ടറി പറയുന്നത് RSS ആണെന്നാണ്,
പോലീസിന് വീഴ്ചയുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ പൂരം കലക്കിയതിൽ RSSും പോലീസും ഒരേപോലെ കുറ്റം ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പോലീസിനെ RSS അതിന്റെ ടൂളാക്കി മാറ്റി എന്നുള്ളതാണല്ലോ അതിന് സ്വാഭാവികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ പങ്ക് എന്താണ് ഇതിൽ ആക്ച്വലി? നോക്കൂ, CPM സംസ്ഥാന സെക്രട്ടറിക്ക് പോലീസ് തൃശ്ശൂർ പൂരം കലക്കി ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആഭ്യന്തര വകുപ്പ് ഒഴിയാൻ പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. കാരണം CPM ഭരണത്തിന് കീഴിൽ RSS ആണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്, അവരുടെ നിലപാട് നിശ്ചയിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പിണറായി വിജയൻ ഇനി ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെക്കാൻ യാതൊരു ധാർമ്മിക അധികാരവും ഇല്ല. ഇവിടെ പൂരം കലങ്ങി അല്ലെങ്കിൽ പൂരം കലക്കാൻ ബോധപൂർവമായിട്ടൊരു പരിശ്രമം അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ടതാണ്. അത് ഈ ഒരു വർഷം മാത്രമല്ല കേട്ടോ. ഈ പൂരത്തിന് ഏതാനും ദിവസം പാറമേക്കാവും തിരുവമ്പാടിയും പുറപ്പെടുവിച്ചിട്ടുള്ള സംയുക്തമായിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ്. അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പലതരത്തിലുള്ള ഉപദ്രവങ്ങളെ പറ്റി പറയുന്നുണ്ട്. പൂരം അടുക്കുന്ന സംഘടനകൾ ഹൈക്കോടതിയിൽ പോയിട്ട് ചില വിധികൾ സമ്പാദിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. തറവാടക പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. എക്സിബിഷൻ ഹാളിലേക്ക് ആളുകളെ അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിരന്തരമായി പൂരം സംഘടിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകപൂരങ്ങൾ സംഘടിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വങ്ങളും പൂരത്തിന് ദിവസങ്ങൾക്ക് മുൻപേ പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം പൂരത്തിന്റെ ദിവസം നമ്മൾ കണ്ടു തൃശ്ശൂർ ജില്ലാ പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ആള് RSSന്റെ BJPയുടെ നിയന്ത്രണത്തിലല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. പിണറായി വിജയനാണ് അതിന്റെ വകുപ്പ് മന്ത്രി. അയാൾ രാവിലെ തൊട്ട് ആ പൂരപ്പറമ്പിൽ ഇടപെട്ടിരുന്നത് എങ്ങനെയാണ്? ആ ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയെ പോലും കടത്തിവിടാതെ അദ്ദേഹത്തെ തടഞ്ഞു നമ്മൾ കണ്ടു. ആനയെയും പാപ്പാനെയും തടഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടു. ആളുകളോട് മെക്കെട്ട് കയറുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം നടന്നു. ഏറ്റവും അവസാനം രണ്ട് ദേവസ്വങ്ങളും ഏറ്റവും ആദ്യം തിരുവമ്പാടിയാണ് ഞങ്ങൾ ഇനി പൂരം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൂരം അവസാനിപ്പിച്ച് വെക്കുന്നത്. ആ ഘട്ടത്തിലാണ് പ്രവർത്തകർ വിളിച്ചതിനെ തുടർന്ന് സുരേഷ് ഗോപി അവിടെ ചെന്ന് ഇടപെടുന്നത്. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഇത് RSSന് വേണ്ടിയിട്ടാണ് പോലീസ് ഇങ്ങനെ ഇടപെടൽ നടത്തിയത്? ഈ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അന്നത്തെ ദിവസം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ പൂരമൈതാനിയിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ഇടപെട്ടിട്ട് പോലീസിനെ തിരുത്താനും ഈ സുരേഷ് ഗോപിക്ക് പകരം സ്വന്തം നിലയിൽ ആ പൂരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിന്റെ അംഗീകാരം സ്വയം ഏറ്റെടുക്കാനും തയ്യാറാവാതിരുന്നത്? ഈ മന്ത്രിസഭയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള K. രാജൻ തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരാരും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടില്ല? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരനും ആ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നല്ലോ. വന്ന് ഇതിന്റെ ഗുണം മുഴുവൻ ഏറ്റെടുത്തോട്ടെ എന്ന് വിചാരിച്ചവരെല്ലാവരും കാത്തിരിക്കാൻ എന്താണ് കാരണം? ഇവർക്ക് എല്ലാവർക്കും ഇടപെടാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സംഭവിച്ചെന്താണ്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു പ്രവണത ഇത്തവണ അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ നേതൃത്വത്തിൽ ിയ സാഹചര്യത്തിൽ ഇവരാരും ആ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുകയോ ഇടപെടുകയോ ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അവസാനം പൂരം നടക്കില്ല ഈ പറയുന്ന സുനിൽകുമാറോ മുരളീധരനോ ആ കാര്യത്തിൽ ഇടപെടാതിരുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്നൊരാൾ വന്ന് ഇടപെടുകയും രണ്ടു കൂട്ടരോടും സംസാരിക്കുകയും പൂരം സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പുലർച്ചെ അടക്കേണ്ട വെടിക്കെട്ട് പകലെങ്കിലും നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് നമ്മൾ ഇടപെടാതിരുന്നത് മോശമായി പോയി എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായത്. ഇപ്പൊ പറയുന്നത് പൂരം അലങ്കോലപ്പെടുത്തിയിട്ടാണ് BJP ജയിച്ചതെന്ന. തൃശ്ശൂരുള്ള ബാക്കിയുള്ള കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ പ്രശ്നം അവിടെ ഇല്ലാണ്ടായി. ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ജനവികാരം മുഴുവൻ അവിടെ ഇല്ലാണ്ടായി. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപൻ ഞാനിനി മത്സരിക്കാനേ ഇല്ല എന്ന് പറയുകയും സ്വയം മാറി നിൽക്കുകയും ഏറ്റവും അവസാനം വീണ്ടും മത്സരിക്കാൻ വരികയും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വടകരയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്ത സംഭവം ഇല്ലാണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് മനഃപൂർവ്വം തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു, വേണ്ട പോലെ പ്രവർത്തിച്ചില്ല. ജില്ലാ അധ്യക്ഷൻ തന്നെ ഈ പറയുന്ന ഗൂഢാലോചനയിൽ പങ്കാളിയായതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിൽ പ്രകടനം നടത്തുകയും അവസാനം ജോസ് വള്ളൂർ എന്ന് പറയുന്ന പാർട്ടി പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു. ഈ സംഭവമൊന്നും ഇല്ലാണ്ടേ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് BJP ജയിച്ചെന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള. ഇവർ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇരുട്ടാവുകയൊന്നുമില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പദ്ധതി അത്തവണ അരങ്ങേറി. എന്നാൽ പോലെ ശ്രദ്ധ പുലർത്തിയില്ല. ആ കാര്യത്തിൽ ഇടപെടാൻ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇതാണ് BJPയുടെ വിജയത്തിന്റെ കാരണമെന്ന്
കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സാമുദായിക സംഘർഷം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കലാണ് തൃശ്ശൂരിലെ ഇലക്ഷന്റെ റിസൾട്ടിനെ എങ്കിൽ ഈ പറയുന്ന CPIക്ക് തന്നെ അതിൽ കൂടുതൽ പങ്കുള്ളത്. കാരണം ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണ പോസ്റ്റ് എഴുതി മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് അവിടുത്തെ തൃശ്ശൂരിലെ CPIയുടെ MLA ആയിട്ടുള്ള P. ബാലചന്ദ്രനല്ലേ. രാമൻ ഒരു സാധുവായിരുന്നു. രാമന്റെ കാലിൽ രാമൻ മാനിനെ പിടിക്കാൻ പോയ സമയത്ത് സീതയും ലക്ഷ്മണനും കൂടി പൊറോട്ടയും ബീഫും കഴിക്കുകയായിരുന്നു. ലക്ഷ്മണന്റെ കണ്ണ് അപ്പോൾ ഇറച്ചിയിലായിരുന്നു എന്നൊക്കെ പറയുന്ന ഹീനമായി വ്രണപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവുകയും അവസാനം ബാലചന്ദ്രൻ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അപ്പൊ CPIയും ഈ പറയുന്ന ഈ സാമുദായിക വികാരം വ്രണപ്പെടുത്തിയിട്ട് BJPയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു. ശ്രീ ശങ്കുട്ടിദാസ്, തുടർച്ചയായ പ്രശ്നമുണ്ട്. അങ്ങ് ഏറ്റവും കുറവ് സംസാരിച്ചുകൊണ്ട് ഞാനത് പരമാവധി പോകട്ടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിഹരിച്ച അനങ്ങിലേക്ക് വരാം എന്ന് ഉറപ്പ് തരികയും ചെയ്യുന്നു. ശ്രീ BN ഹസ്കർ, ഈ ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഒരു പഞ്ച് ഡയലോഗിന്റെ പരിധിയിൽപ്പെടുത്താവുന്ന ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ അജിത് കുമാർ അധികകാലം അവിടെ തുടരില്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ കറക്റ്റ് സ്ലാങ് ആയിരുന്നു തന്നെ. തുടരില്ല കേട്ടോ എന്നുള്ളതായിരുന്നല്ലോ ഒരു നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ലാങ്. ആ രീതിയിൽ പറഞ്ഞില്ലേ എങ്കിൽ പോലും. പക്ഷേ ഈ പഞ്ചിന്റെ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം പറയുന്നത് മുഹൂർത്തം നോക്കിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അധികകാലം തുടരില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൃത്യം സമയം മുഹൂർത്തം നോക്കിയിട്ടുണ്ടാകില്ല അല്ലേ? മാധു, ഇതിൽ CPIയെ സംബന്ധിച്ചിടത്തോളം CPI വളരെ കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചും CPIക്കുള്ള ആശങ്ക CPI ഇടതുമുന്നണിയിലും CPM നേതൃത്വത്തെയും അറിയിക്കുകയും ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടിയിലടക്കം ഈ വിവരങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPIക്ക് കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഏത് ഉന്നതനായാലും, ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ എന്ന ഇക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞല്ലോ, ഏത് ഉന്നതനായാലും തെറ്റു ചെയ്താൽ സംരക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ, ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ബാധ്യസ്ഥരാണെന്നേ. അത്തരം ഒരു രാഷ്ട്രീയ ദിശാബോധം ഇക്കാര്യത്തിലുണ്ട്. RSS നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബല്ലിയും റാം മാധവനെയും കണ്ടത് രാഷ്ട്രീയമായി തെറ്റ് എന്ന വിലയിരുത്തൽ ഇടതുപക്ഷത്തിൽ ആകമാനമുണ്ട്. അപ്പോൾ ആ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ആ രാഷ്ട്രീയ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIയും CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വവും ഇപ്പോൾ ആ നിലപാട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഒരു പഞ്ച് ഡയലോഗാണ് എന്നൊന്നും അങ്ങനെ നിരാകരിച്ചു കളയാനാവില്ല. അദ്ദേഹം പലപ്പോഴും CPI ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ നിലപാടുകളിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ CPM ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതല്ല. CPMനെയും ഇടതു ജനാധിപത്യ മുന്നണിയും ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ പോകുന്ന ഒരു ഘട്ടത്തിലാണ്. ആ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാത്തിരിക്കാം. മണിക്കൂറുകളുടെ മാത്രം സമയദൈർഘ്യം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ആ മണിക്കൂറുകൾക്ക് വേണ്ടി നാം വെറുതെ സമയം കളയേണ്ടതില്ല. ആ മണിക്കൂറുകൾക്കുള്ളിൽ ആ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നാൽ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കും എന്നു തന്നെയാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. ദിശാബോധത്തിന്റെ പേരിലാണ് ഈ പറയുന്ന RSS ബന്ധം രാഷ്ട്രീയമായി തെറ്റാണ് എന്ന ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നത്. പാർട്ടി സെക്രട്ടറി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ടാൽ എന്താ എന്ന് ചോദിച്ചത് ഏത് ദിശാബോധത്തിന്റെ പേരിലാണ് എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം അത് തിരുത്തിയത് കൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നവകേരള സദസ്സിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പോലീസിന്റെയും DYFI പ്രവർത്തകരുടെയും ഒക്കെ അക്രമത്തിന് ഇരയായി. ആ കേസിൽ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് നൽകപ്പെടുന്നത്? അതിന് പോലീസ് പറയുന്നത് ആ ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നൊക്കെയാണ്. അത് കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നൊരു പോലീസ് സംവിധാനം പറയണമെങ്കിൽ എത്രത്തോളം ഉത്തരവാദിത്വ ബോധമില്ലായ്മ ഉണ്ടാവണം? ഞാൻ അതിലേക്ക് വരാം. ഈ രാജു പി നായർ ഈ വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ആളാണല്ലോ. ഈ കേരളത്തിൽ എത്ര നല്ല കാര്യം വന്നാലും ഏറ്റവും ആദ്യം കോൺഗ്രസിൻ്റെ നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കും. ഇപ്പം K-ഫോൺ വന്നു, അവർ പോയി അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. AI ക്യാമറ വന്നു, നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. ജലമെട്രോ വന്നു, നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. എന്ത് നല്ല കാര്യം വന്നാലും ഇവർ കേസ് കൊടുക്കാത്ത സാഹചര്യം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ടില്ല.
ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഈ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നേരെ ഹൈക്കോടതി പോകുക. കാരണം അവിടെ ഒരുപാട് അഭിഭാഷകരൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് മേല തെളിവില്ലാതെ ഈ വഴിക്ക് വരരുതെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് പോവുക. അതാണ്. പിന്നെ സമാനതകളില്ലാത്ത ഒരു ആക്രമണം ഈ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കെതിരെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 2019 ഇതിനു മുമ്പ് തുടങ്ങിയത്. 19 ഒക്ടോബർ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുമ്പ് തുടങ്ങി. നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു 1.5 കൊല്ലം ആക്രമണം തുടങ്ങി. ഇപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 1.5 കൊല്ലമാണ്. കൃത്യമായി അജണ്ട വച്ച് വലതുപക്ഷവും അതുപോലെ മാധ്യമങ്ങളും പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര ആരംഭിച്ചാലും ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇപ്പൊ PR വർക്കിന്റെ കാര്യം അങ്ങ് ചോദിച്ചു. ഞാൻ അവസാനം മറുപടി പറഞ്ഞതിന് മുമ്പ് അടുത്ത ആളിലേക്ക് പോയി. ഇവിടെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ PR ഏജൻസിയെ വെച്ചിട്ടില്ല. ഈ PR ഏജൻസി എന്ന് പറഞ്ഞ് ഹിന്ദു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റായിട്ടൊരു ബന്ധമില്ല. ഹിന്ദു ഒരു ഡിഫൻസിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ രാജ്യത്തെ ദേശീയ ദിനപത്രം എന്ന രൂപത്തിൽ ഒരു നല്ല മാധ്യമ ധാർമ്മികതക്കെതിരെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവരൊരു ഡിഫൻസ് ഇട്ടു. നിങ്ങൾ ഈ ചർച്ചയായിട്ട് എത്ര പോയാലും, അല്ലെങ്കിൽ ശ്രീ രാജു പി നായർ അടക്കം ഇനി കേസും കൂട്ടമൊക്കെ കൊടുക്കാലോ, കൊടുത്തു പോയിക്കോട്ടെ. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ബോധ്യമുണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന ചോദ്യം, ഞാൻ വന്ന ചോദ്യത്തിലേക്ക് അങ്ങ് വരൂ. അതിനു മുൻപ് ഈ PR ഏജൻസിയുടെ കാര്യം 2 തവണ ഹിന്ദു പറയുന്നത്. ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ 2 കാര്യവും, ഈ പറയുന്ന തിരുത്തും അതിനു മുമ്പുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ ഒരു തിരുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തോന്നി, അത് തിരുത്തി. രണ്ടാമത് അവർ നൽകിയ എക്സ്പ്ലനേഷനിൽ തിരുത്ത് വേണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ്? അതായത് PR ഏജൻസിയാണ് അപ്രോച്ച് ചെയ്തെന്നും PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും പറയുന്നതും ഹിന്ദുവാണ്. അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിളിച്ചു പറയാൻ സാധിച്ചില്ലേ? ഇവിടെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ആ പത്രത്തിൽ അച്ചടിച്ചു വന്നു. ആ അച്ചടിച്ചു വന്നത് തിരുത്താൻ ആ കത്ത് കൊടുത്തപ്പോൾ തന്നെ ഹിന്ദു തയ്യാറായി. ആ ഹിന്ദു നിരുപാധിക മാപ്പ് വീഴ്ച അവസാന വാചകം അങ്ങ് വായിക്കൂ. അതില് മാധ്യമ ധാർമ്മികതയ്ക്ക് എതിരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അത് പിൻവലിച്ച സ്ഥിതിക്ക് മറ്റൊരു ഇഷ്യൂയിലേക്ക് പോകേണ്ടതില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി PR ഏജൻസികൾ പറയുന്നവർക്കാണ് ഇന്റർവ്യൂ കൊടുക്കുക. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ഇടവും വലവും, നേരത്തെ പറഞ്ഞ പോലെ ഊരിപ്പിടിച്ച വടിവാളും ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല, അതിനപ്പുറത്ത് 2 PR ഏജൻസി ഇരിക്കുന്നു എന്ന ആരോപണമാണ് ഹിന്ദു പത്രം ഉന്നയിച്ചത് അവരുടെ ഈ പറയുന്ന വിശദീകരണ കുറിപ്പിൽ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയേണ്ടെന്നേ, കള്ളമാണ് പറഞ്ഞത് ഹിന്ദു പത്രം എന്ന് പറയണ്ടേ? അത് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഒരു PR ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടുള്ള ഗവൺമെന്റിന് ഹിന്ദു പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞോ എന്നുള്ളതാണ്. ഈ പറയുന്ന PR ഏജൻസിയെ അപ്രോച്ച് ചെയ്തിട്ടില്ല, അതുമായിട്ടുള്ള ബന്ധം, ഈ പറയുന്ന വിശദീകരണ കുറിപ്പ് തെറ്റാണ് എന്ന് പറഞ്ഞോ? കൃത്യമായി പറഞ്ഞു. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു PR ഏജൻസിയെ വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വച്ചിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന 2 ആളുകൾ ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയില്ല എന്നാണ്. അതിൽ ഞാൻ ചോദിച്ചു, സുബ്രഹ്മണ്യനെ അറിയില്ലേ? സുബ്രഹ്മണ്യനുമായി വലിയ ബന്ധം എല്ലാവർക്കും ഉണ്ടെന്ന് കുറച്ചു മുമ്പാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഉണങ്ങിയിട്ടില്ല വാക്കിന്റെ നനവെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഈ വിശദീകരണ കുറിപ്പ് കള്ളമാണെന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? അങ്ങനെ ആണെങ്കിൽ ശ്രീമതി മാധു, ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു PR ഉണ്ടെന്നാണല്ലോ ക്ലെയിം. നിങ്ങൾ ആ കൈസൻ എന്ന PR ഏജൻസിയുടെ ഫോൺ നമ്പർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തൊന്ന് വിളിച്ചു നോക്ക്. മറുപടി പറയാൻ ബാധ്യസ്ഥമായ ഒരു സ്ഥാപനമല്ല കേരളത്തിലെ മാധ്യമങ്ങളുടെയോ ജനങ്ങളുടെയോ ചോദ്യത്തിന് സർക്കാരാണ് ബാധ്യസ്ഥമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, നമ്മൾ ജനാധിപത്യ കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രി പറയും. പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ മനസ്സിലായിട്ടും നിരന്തരം ചോദ്യം ചോദിച്ച് 10-25 മാധ്യമങ്ങൾ ഒരേ സമയത്ത് ചോദ്യം ചോദിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അലമ്പാക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനനുസരിച്ച് താളം തുള്ളുന്ന ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത് കുറെ നാളായില്ലേ കണ്ടു തുടങ്ങിയിട്ട്. 1998 മുതൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ മറുപടി പറഞ്ഞു തുടങ്ങിയതാണ്. അല്ലാതെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദിക്കാൻ ജനങ്ങൾ ക്യൂ നിൽക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് മാധ്യമങ്ങളാണ്. അവിടെ വരുന്നിടത്താണ് ഈ പറയുന്ന മുട്ടന്യായം പറഞ്ഞിട്ട് പോകുന്നതും ഹഹ ഇടുന്നതും. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ അരുൺകുമാർ, ഇനി ഞാൻ ആദ്യം ചോദിച്ച കാര്യം, ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം, അതിലേക്ക് മറുപടി പറയാൻ വരികയായിരുന്നു. അങ്ങ് പറയൂ.
അല്ല, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ ഒന്നോ രണ്ടോ വാർത്ത വന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു. ആ വാർത്തകൾ വെച്ചുകൊണ്ട് ഇതിന് കമന്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രമോ റഫർ റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഞാൻ പറയാം. എന്റെ ശ്രദ്ധയിൽ അതില്ല. അല്ല, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ അല്ല അങ്ങേക്ക് ആ കേസ് സംബന്ധിച്ച വിവരങ്ങളെ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് ഇറക്കി തല്ലി. ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. ആ കേസിൽ അവരെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, അനിൽകുമാറിനടക്കം ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാണ് പോലീസ് ആ പറയുന്ന ക്ലീൻ ചിറ്റ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ കണ്ട വിഷ്വൽസ് കാണാൻ കഴിയാത്ത അന്വേഷണ സംഘത്തെയാണോ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കളുടെ കയ്യിലോ കോൺഗ്രസ് പ്രതിനിധിയുടെ കയ്യിലോ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ജനങ്ങൾക്കെങ്കിലും ബോധ്യമാകുമല്ലോ. അങ്ങനെ ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റവിമുക്തരാക്കി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അങ്ങ് പറഞ്ഞോളൂ, കുറ്റവിമുക്തരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞോളൂ. മാധു, ഞാനൊരു അഭിഭാഷകനാണ്. ഈ ചർച്ചയിലിരിക്കുന്ന ശങ്കുട്ടിദാസ് ഒരു അഭിഭാഷകനാണ്. ഏതെങ്കിലും ഒരു കേസ് പോലീസ് അന്വേഷിച്ചാൽ ആ പോലീസ് അന്വേഷണത്തിൽ വെച്ച് എന്താ ചെയ്യുക? അത് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കും. അത് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നാണ് പറയുക. ആ അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴും ഇതിൽ മെറിറ്റില്ലെന്ന് കണ്ടാലും ഒരു റിപ്പോർട്ട് കൊടുക്കും. അത് റഫർ റിപ്പോർട്ടാണ്. ഇതിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ റഫർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ചാർജ് ഷീറ്റോ റഫർ റിപ്പോർട്ടോ മാതൃഭൂമിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ സ്ക്രീനിൽ ഒന്ന് കാണിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പറയാം അതിൽ എന്ത് റിപ്പോർട്ടാണെന്ന്. അല്ലാതെ കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് സാങ്കല്പികമായിട്ട് പറയാൻ ഞാനാണല്ല. ശരിയാണ്. എന്നിട്ട് വേണം ഇനി മാതൃഭൂമി ഔദ്യോഗിക രേഖ ചോർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസെടുക്കാൻ. അല്ല, അത് ഭയമുണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യം ചോദിക്കരുത്. അല്ല, മുഖ്യമന്ത്രിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുന്ന നിലപാടുണ്ടാകുമെന്ന്. അങ്ങനെ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ കണ്ണൂരിൽ നിന്ന് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രതിയെ പോലീസുകാർ കൊണ്ടുവരുന്നു. എന്നിട്ട് ചായ കുടിക്കാൻ നിർത്തുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ ചാരി നിർത്തുന്നു, ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ എന്നുള്ള വിഷ്വൽസ് എടുത്ത് കൊടുത്തതിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്, ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിച്ച് ജീവിക്കണം, ഗതികേടാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നെ നാട് കടത്തിയിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരെയും തൂക്കി കൊന്നിട്ടുണ്ട്. ജനാധിപത്യത്തിലും മാധ്യമ പ്രവർത്തകർക്ക് പല ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പഴയ നേതാക്കളെ പറ്റിയൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടെ പറയാറില്ലേ. ഇതിപ്പോ രണ്ടു തട്ടും വെച്ച് കല്ലും സ്വർണ്ണവും ഒരേപോലെ തൂക്കാൻ പറ്റില്ലല്ലോ. ഒരേപോലെ തൂക്കാൻ പറ്റില്ലോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയോടൊന്നും എന്നെ അങ്ങ് താരതമ്യം ചെയ്യല്ലേ, എനിക്ക് പറ്റില്ല. ഇപ്പൊ നമുക്ക് CPM-ന്റെ എത്രയോ നേതാക്കളുണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് അപ്പൊ അങ്ങ് നേരത്തെ മുഖ്യമന്ത്രിയെയും അങ്ങയുടെയും സുരക്ഷാ സംവിധാനം വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്തരം താരതമ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കുറച്ചുകൂടി കോമൺ സെൻസ് അതിൽ പ്രയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ രാജു പി നായർ, നിങ്ങളുടെ പ്രവർത്തകർ വഴിയിൽ നിന്ന് തല്ലുകൊണ്ടു. അതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് അല്ല ഒരു അരമിനിറ്റ് ഞാൻ പറയട്ടെ. അല്ലല്ല, അങ്ങനെ ഒരു ഉപമയൊന്നും വേണ്ട. ഞാൻ മുഖ്യമന്ത്രിയായിട്ടൊന്നും ഞാൻ താരതമ്യപ്പെടുത്തിയില്ല. ഞാൻ കള്ളമെന്ന് പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നിടത്ത് സുരക്ഷാ ക്രമീകരണവും അങ്ങ് മാതൃഭൂമിയുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ ഒരു ബ്യൂറോയിൽ വന്നിരിക്കുമ്പോഴത്തെ സുരക്ഷാ ക്രമീകരണവും അങ്ങ് താരതമ്യം ചെയ്തു. അത് ശരിയല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള താരതമ്യങ്ങൾ, അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് നിരക്കാത്ത താരതമ്യങ്ങൾ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു ചുക്കും പേടിക്കണ്ട. നിങ്ങൾ ഈ അധാർമികമായിട്ടുള്ള മാർഗത്തിലൊക്കെ പോകുമ്പോഴാണ് ഭാവിയിൽ കേസ് വരുമോ, ഭാവിയിൽ നിങ്ങളെ അത് ചെയ്യോ ഇത് ചെയ്യോ എന്നുള്ള പേടി. അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയാൻ എന്റെ അടുത്ത് ഒരുപാട് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങളുണ്ട്. ശ്രീ അരുൺകുമാർ, നമുക്ക് വേറെ ദിവസം ചർച്ച, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകളെ പറ്റി. ശ്രീ രാജു പി നായർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ തല്ലുകൊണ്ടു. ഇത് നിങ്ങൾ ഇനിയും തുടരുമെന്ന് ചോദിക്കുമ്പോൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാശിക്ക് തല്ലുകൊണ്ടു. പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് തെളിവില്ല, അത്തരത്തിലുള്ള വിവരമില്ല എന്നുള്ളതാണ് ശ്രീ അരുൺകുമാർ പറയുന്നത്. ഇന്ന് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇതിലെ പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു പോലീസ് സ്വീകരിച്ച നിലപാടിനെ പറ്റി. ഈ സമരത്തിന് പോയവർ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇല്ലാത്തത് കൊണ്ട് അത് എടുക്കാൻ കഴിയില്ല എന്ന നിലപാട് വരെ പോലീസ് സ്വീകരിച്ചുവെന്ന്. നിങ്ങളാണ് പരാതിക്കാർ, നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്?
ഞങ്ങൾ പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞോളും, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കേരളം, ഈ ലോകം മുഴുവൻ കണ്ടത് മണിക്കൂറുകളോളം നമ്മുടെ ഇന്നത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം വരെ കാണിച്ച് കേരളത്തിൻ്റെ നിയമസഭ അടിച്ചു തകർത്ത സംഭവം ഉണ്ടായിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ ഇതല്ലേ, പോലീസല്ലേ? ഇതിൽ കൂടുതലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾ പാവം യൂത്ത് കോൺഗ്രസ് ജനാധിപത്യമായിട്ട് ഇത് ചെയ്തപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ കയ്യിൽ നമ്മൾ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെ കോടതിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയും. ഇപ്പം ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം, എനിക്കതിനകത്ത് ആ ഉപമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണനെ നാട് കടത്തിയിട്ടുള്ള ഉപമ ഗംഭീരമായി, ബലേ ബേഷ്. താരതമ്യം എന്താണെന്നുള്ള മനസ്സിലായല്ലോ. പിണറായിയുടെ പഴയ രാജ ഭരണകാലത്തെ ഇതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മനോഭാവത്തോടെയാണ് എൻ്റെ നേതാവ് ഇരിക്കുന്നതെന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഇടത് എന്ന് പറയുന്ന അരുൺകുമാർ പറയുകയാണ്. അതിന്റെ കൂട്ടത്തിൽ രണ്ടാമത് ചോദ്യം പറഞ്ഞു, തെറ്റ് ചെയ്തവരെ നടപടിയെടുക്കും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നടപടിയെടുത്തത് അല്ല, ദയവേ നിങ്ങൾ ഇടപെടല്ലേ? അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഒരു വോട്ടിന്റെ മൂല്യമുള്ള രാജ്യത്ത് നാലാം തൂണ് എന്ന് പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമം പ്രവർത്തിക്കുന്നതിനെതിരെ നടപടിയെടുത്തിട്ട് രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ എന്ത് ഇടതാണ് അരുൺകുമാറെ? അതെ, അല്ല നിൽക്കട്ടെ, പക്ഷെ എപ്പോഴും മാധ്യമങ്ങൾക്ക് ഇതെടുത്താണല്ലോ. എന്നിട്ട് ഒരു ലൈനും കൂടിയൊക്കെ ചേർക്കാണ്. എന്താ തെറ്റായിട്ടുള്ള പണി ചെയ്താൽ നടപടിയെടുക്കും. ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തെറ്റായിട്ട് ചെയ്തു. അതാണ് ഇവരുടെ മനസ്സ്. ഇവര് രാജമനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ, ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ ലോട്ടറി എടുക്കുന്ന ശീലക്കാരനോട് നമ്മളൊന്ന് അന്വേഷിക്കണം. ഞാൻ പറയട്ടെ വെറുതെ ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കല്ലേ ചർച്ച കൊളവാക്കാൻ വേണ്ടിയിട്ട്. ഈ ബിനോയ് വിശ്വം ലോട്ടറി എടുക്കുന്ന സ്വഭാവക്കാരനാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. കാരണം നാളെയാണ് എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയിൽ ജീവിച്ചു പോകുന്നവരാണ് ഈ ലോട്ടറി എടുക്കുന്നത് കൂടുതലും അടിമപ്പെട്ടു പോകുന്ന ഒരു മനസ്ഥിതിയുള്ളവർ. അങ്ങനെ ബിനോയ് വിശ്വം കുറച്ച് ദിവസമായിട്ട് നാളെയാണ് എന്ന് അംഗീകരിക്കുകയാണ്. ഇപ്പം ഇവിടെ അരുൺകുമാർ പറയുകയാണ്, ADGP അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് ആർക്കും മറ്റൊരു അഭിപ്രായമില്ല, ഇല്ലേ? ആ രാഷ്ട്രീയമായ തെറ്റ് നടപടിയെടുക്കണം എന്നല്ലേ ഈ ബിനോയ് വിശ്വം പറഞ്ഞുകൊണ്ടിരുന്നത്, CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു നടപടിയില്ലാണ്ട് ആ CPI വീണ്ടും നാളെയാണ് എന്ന് പറഞ്ഞു നടക്കാൻ അല്പമെങ്കിലും ഉളുപ്പ് CPIക്ക് വേണ്ടേ? നമ്മൾ CPIനെ സംബന്ധിച്ച് അവരുടെ ശക്തിയുടെ സീറ്റിൻ്റെ എണ്ണത്തിലൊന്നും അല്ല നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. ചില പാർട്ടികൾക്ക് ചില നിലപാടുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അത് ചില ഓരോ തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് കിട്ടുന്ന പാർട്ടിയായിരിക്കും, പക്ഷെ ഒരു വോട്ടും ഇല്ലെങ്കിലും അവർക്ക് നിലപാടുണ്ട് എന്ന് പറയും. CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇടതുപക്ഷ നിലപാടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞൊരു ഓർമ്മയുണ്ടല്ലോ, പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയായി പോകും, അതുകൊണ്ട് പാപിയായ CPMന്റെ ഒപ്പം കൂടി CPIയും പാപിയായി പോയി. അവരും ഇടതുപക്ഷ മൂല്യം വിട്ടിരിക്കുന്നു. ഇടതുപക്ഷ മൂല്യമുള്ള ഒരു സംഘടനയാണെങ്കിൽ ഇതിനു മുൻപ് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഇടതുമുന്നണി വിട്ടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വെളിയമ്പാർഗം AKG സെന്ററിൽ നിന്ന് ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ ഓഫീസായി പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് ഇറക്കിവിട്ട പിണറായി വിജയനെ വെളിയമ്പാർഗവൻ പുറത്തുവന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതുമുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേശീയ നേതൃത്വം ഇടപെട്ടത് രമ്യയിൽ പരിഹരിച്ച് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ CPIക്ക് കുറച്ചു നാൾ മുമ്പ് മുതൽ തന്നെ കാനം രാജൻ ഞാൻ മരിച്ച ആളെ കുറിച്ച് പറയുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പതാ ബിനോയ് വിശ്വം കിടന്ന് കാലം പിടിക്കുകയല്ലേ, കാലം പിടിക്കുന്ന സ്വഭാവമല്ലേ കാണിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ നാളെ മുതൽ സ്വാഭാവികമായും വലിയ പ്രതിപക്ഷ ബഹളമുണ്ടാകും. അതുകൊണ്ട് മനഃപൂർവ്വം ഈ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നതാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഒരു വശത്തുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാലും ഇല്ലെങ്കിലും എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന വിശ്വാസം CPI പോലും മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രയ്ക്ക് ക്ഷമയും സഹിഷ്ണുതയും CPI കാണിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ. ഇല്ല, CPIയുടെ നിലപാട് വളരെ വ്യക്തമാണ്. CPIക്ക് റിപ്പോർട്ട് തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ്.
അതായത് റിപ്പോർട്ടിൽ പറയുന്ന എന്താണെങ്കിലും അജിത് കുമാറിനെ മാറ്റണം എന്നൊരു നിലപാട് അവർ വളരെ മുന്നേ സ്വീകരിച്ചിട്ടുണ്ട്. അജിത് കുമാറിനെതിരായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 3-4 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. DGPയുടെ നേതൃത്വത്തിൽ, രഹസ്യാന്വേഷണ വിഭാഗം DGPയുടെ നേതൃത്വത്തിൽ, ക്രൈംബ്രാഞ്ച് DGPയുടെ നേതൃത്വത്തിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ അന്വേഷണങ്ങളൊന്നും ആവശ്യമില്ല. RSSുമായി ബന്ധമുണ്ട് എന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതൊരു പക്ഷേ ഈ വിവാദം യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ചിന്തിപ്പിക്കും എന്നുള്ളൊരു ആശങ്കയിൽ നിന്ന് ആ കൊഴിഞ്ഞു പോകുന്ന വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു അടവനയമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ കാര്യത്തിൽ ഇങ്ങനൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് അയാൾ അവിടെ തൃശ്ശൂർ ആ സമയത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോഴ്സിൽപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ADGPയുടെ പ്രത്യേക ഫോഴ്സിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പൂരപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം പൂരപ്പറമ്പിലേക്ക് വന്നില്ല, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യവിലോപമായിട്ട് അവിടെ ആരോപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇല്ലാതെ തന്നെ മാറ്റി നിർത്തണമെന്നുള്ള CPIയുടെ നിലപാട് എനിക്ക് തോന്നുന്നു അത് വളരെ ഒരു അവസരവാദപരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഞാനിതിന് മൊത്തത്തിലൊരു ഗ്രാൻഡ് പിക്ചറാണ് കാണുന്നത്, അതല്ലാതെ ഓരോ വിഷയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്കല്ല ഞാൻ ഇടപെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം എന്താണ് നോക്കൂ. നമ്മുടെ ഈ കാവോസ് തിയറിയിലുള്ളല്ലോ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. മെക്സിക്കോയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചതിൻ്റെ പ്രകമ്പനം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഒരു ഭൂമികുലുക്കമായിട്ടോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റായിട്ടോ മാറാമെന്ന് പറഞ്ഞതുപോലെ മലപ്പുറത്തെ പോലീസുകാരുടെ ഒരു മീറ്റിങ്ങിൽ SP വരാൻ വൈകിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു പരാമർശം ഒരു സർക്കാരിനെ തന്നെ ആടി ഒലപ്പിക്കുന്ന നിലയിൽ, ഒരു മുന്നണിയെ തന്നെ പിളർക്കുന്ന നിലയിലേക്ക് മാറുന്നത് നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ആ പൂമ്പാറ്റയുടെ ചിറകടിയാണ് ഇപ്പം ഇവിടെ ഇത്രയും വലിയ കൊടുങ്കാറ്റായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനിടയിൽ എത്രയോ വിഷയങ്ങൾ ഇതിനിടയിലൂടെ വന്നുപോയി. മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിലുള്ള ആളുകളെ പറ്റിയിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഒരു പദ്ധതിക്കിടയിൽ നമ്മൾ കേട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടുന്ന വലിയൊരു ക്രൈം നെക്സസ് കേരളത്തിലുണ്ട്. ADGP ലോ ആൻഡ് ഓർഡറിന്റെ കീഴിൽ തന്നെ ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള ഫോൺ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള വലിയ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ആരോപിക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഇതൊന്നും ഇപ്പം നമ്മുടെ ചർച്ചയിലില്ല. ഇപ്പം ചർച്ചയിലുള്ള ആകെ പ്രശ്നം എന്താണ്? ചർച്ചയിലുള്ള ആകെ പ്രശ്നം ഇതിനിടയിൽ കയറിയിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? ADGP RSS മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എലോങ്ങേഷനിൽ അതിൻ്റെ വ്യാപിപ്പിച്ചിട്ട് ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷൻ വിജയിച്ചത് RSSും പോലീസും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്നുള്ള ആംഗിളിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ലോജിക്കലി നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല. ഇതിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇതിലെ വളരെ സാങ്കല്പികമായിട്ടുള്ള, വളരെ കൃത്രിമമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ചയെ മുഴുവൻ സങ്കോചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച നടത്തുന്ന ആളുകൾക്കും ഈ വിവാദത്തിന്റെ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനോട് മാത്രമാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തോടൊന്നുമല്ല സംസാരിക്കുന്നത്. ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശക്തിയും ശേഷിയും ഉണ്ടെന്ന് ഇവരെല്ലാവരും വിചാരിക്കുന്ന ഒരു പ്രത്യേക സംഘടിത വോട്ട് ബാങ്കിനോട് മാത്രമാണ് ഇവരെല്ലാവരും സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആശങ്ക പരിഹരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം പരിണമിച്ചതിന്റെ ചിത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് PR ഇതുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ് നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട 3 വിഷയവും ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി ആണ് എന്ന് പറയുന്നത് കുറച്ച് ബാലിശമാണ്. ശ്രീ ശങ്കുട്ടിദാസ്, എന്തായാലും ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അടക്കം അതിനൊപ്പം ADGPക്കെതിരായ അന്വേഷണം ഒക്കെ സർക്കാരിന് മുന്നിലേക്ക് വരുന്നതേ ഉള്ളൂ. ആദ്യം മുഖ്യമന്ത്രിയും ഒപ്പം ഇന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് P ശശിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. സമ്മേളനം നടക്കുകയാണ്. നക്ഷത്ര ചിഹ്നം ഇട്ട് വരേണ്ടത്, അതായത് ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം വെട്ടിക്കൊണ്ട് ജനാധിപത്യത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ, വിമർശനങ്ങളെ, ചർച്ചകളുടെ പ്ലാറ്റ്ഫോമിനെ ഒക്കെ ചെറുതാക്കി കാണുന്നു എന്ന വലിയ വിമർശനം കൂടി ഉണ്ടാകുന്നുണ്ട്. നക്ഷത്രം എണ്ണേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എങ്കിൽ അതിനെ കുറ്റം പറയാനും കഴിയില്ല. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.